ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങളിൽ, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത്. മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവർ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും. ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറൊരു പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകും. ധന്യനായ പൗലോസ് റോമാസഭയ്ക്ക് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവിനെയും കുറിച്ചൊരു ഭാഗം പറയുകയാണ്. ഈ ഭാഗം ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് ന്യായപ്രമാണം എന്ത് പറയുന്നു എന്ന വിഷയത്തെ പൗലോസ് റോമാസഭയോട് പറയുകയാണ്. എന്നാൽ വിവാഹ ബന്ധത്തോടനുബന്ധിച്ച്, ഭാര്യ ഭർത്തൃ ബന്ധത്തോടനുബന്ധിച്ച് യേശു പറഞ്ഞൊരു ഭാഗമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിൽ, ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണപത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, യേശു പറയുകയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യും. നോക്കിയ പ്രിയരെ, എത്ര ശ്രദ്ധേയമാണ്. പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. അന്യപുരുഷനുമായിട്ട് ഒരു ബന്ധം വച്ചാൽ യേശു പറയുകയാണ് വ്യഭിചാരം ചെയ്യിക്കുക. എന്നാൽ അടുത്ത വാക്ക്, ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യും. എത്ര കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു നോക്കി. ഒരാൾക്ക് ഭാര്യ മരിച്ചു പോയാൽ എന്തു ചെയ്യാം? വിവാഹം കഴിക്കാം. എങ്ങനെ വിവാഹം കഴിക്കാം? ഒരു വ്യക്തിയുടെ ഭാര്യ മരിച്ചു പോയാൽ അദ്ദേഹത്തിന് എങ്ങനെ വിവാഹം കഴിക്കാം? വചനം ഇവിടെ പറയുകയാണ്, ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യും. എന്ന് വെച്ചാൽ ഒരാൾ വീണ്ടും വിവാഹം കഴിക്കുന്നെങ്കിൽ അതുവരെയും വിവാഹം കഴിയാത്ത ഒരു സഹോദരിയായിരിക്കണം വിവാഹം കഴിക്കുന്നത്. അല്ലാതെ വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് ഉപേക്ഷിച്ച ഒരു സഹോദരി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. വിവാഹ ഉടമ്പടിയെക്കുറിച്ച് യേശു തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യങ്ങൾ ഒത്തിരി നഷ്ടപ്പെടുകയാണ്. പരസ്പരം സ്നേഹമില്ല, രണ്ടും രണ്ടാകുന്നു. അതിൻ്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഉപേക്ഷിച്ചിട്ട് അടുത്ത വിവാഹം കഴിക്കുക, 1, 2, 3 വിവാഹം കഴിക്കുക, ഇതിനകത്തൊരു പ്രസക്തിയില്ലാതെ ജീവിക്കുക. പ്രിയരെ, ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇങ്ങനൊരു സിസ്റ്റം ഇല്ല. വ്യക്തമായി പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് കുടുംബജീവിതത്തിന് നല്ല പ്രാധാന്യം കൊടുത്ത് സന്തോഷത്തോടെ, വിശുദ്ധിയോടെ, വേർപെട്ട് ഒരു മനസ്സോടെ അന്ത്യം വരെ നിൽപ്പാൻ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.